ഹായ് ഹലോ ലേൺ വിത്ത് ആയിഷു എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ ടോപ്പിക്ക് എന്താണെന്ന് നോക്കാം. നിങ്ങളെ ഏതെങ്കിലും ഒരു പെൺകുട്ടി പ്രണയിക്കുന്നുണ്ടെങ്കിൽ ആ ഒരു പ്രണയം ആ ഒരു പെൺകുട്ടിയുടെ കണ്ണുകളിൽ നിന്നും നിങ്ങൾക്ക് വായിച്ചെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. ഇതിനു വേണ്ടിയിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന കുറച്ചധികം ടിപ്സുകളുണ്ട്. എന്തൊക്കെയാണ് ആ ടിപ്സ് എന്നാണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ഒന്നാമത്തെ ടിപ്പ് എന്താണെന്ന് നോക്കാം. ഏതെങ്കിലും ഒരു പെൺകുട്ടി നിങ്ങൾ ആൺകുട്ടികളെ നന്നായിട്ട് പ്രണയിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവൾ നിങ്ങളെ കുറേ അധികം സമയം ഇങ്ങനെ നോക്കി നിൽക്കും. അതായത് നോട്ടം. സാധാരണ നോക്കുന്നതിലും കൂടുതലായിട്ട് ഏതെങ്കിലും ഒരു പെൺകുട്ടി നിങ്ങളെ തന്നെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് എങ്കിൽ അതിനർത്ഥം ആ ഒരു പെൺകുട്ടി നിങ്ങളെ പ്രണയിക്കുന്നുണ്ട് എന്നതാണ്. ഇതാണ് നമ്മുടെ ഒന്നാമത്തെ സൈന്. ഇനി രണ്ടാമത്തെ കാര്യം എന്താണെന്ന് നോക്കാം. രണ്ടാമതായിട്ട് വരുന്ന വേറെ ഒന്നുമല്ല, കണ്ണ് വിടർന്നു വരും. അതായത് ഏതെങ്കിലും ഒരു പെൺകുട്ടി നിങ്ങളെ കാണുമ്പോഴത്തേക്കും കണ്ണൊക്കെ ഭയങ്കരമായിട്ട് വിടർന്നു വന്നിട്ട് സംസാരിക്കുന്നുണ്ട് എങ്കിൽ ഒരു എക്സൈറ്റ്മെൻറ്റ്, അതായത് നിങ്ങളെ കണ്ടപ്പോൾ ഉള്ളൊരു എക്സൈറ്റ്മെൻറ്റ് ആ ഒരു പെൺകുട്ടിയുടെ കണ്ണുകളിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട് എങ്കിൽ അതിനർത്ഥം ആ ഒരു പെൺകുട്ടി നിങ്ങളെ പ്രണയിക്കുന്നുണ്ട് എന്നതാണ്. ഇത് നമ്മുടെ വീഡിയോൻ്റെ അകത്ത് വന്ന ഒരു കമൻ്റ് ആയിരുന്നു കേട്ടോ, ഒരു ഡൗട്ടായിരുന്നേ. ഇനി മൂന്നാമത്തെ കാര്യം എന്താണെന്ന് നോക്കാം. മൂന്നാമതായിട്ട് വരുന്ന വേറെ ഒന്നുമല്ല, ഇടയ്ക്കിടയ്ക്ക് ഉള്ള ഒരു നോട്ടമാണ്. അതായത് ഏതെങ്കിലും ഒരു പെൺകുട്ടി നിങ്ങളെ വല്ലാതെ പ്രണയിക്കുന്നുണ്ട് എങ്കിൽ ആ ഒരു പെൺകുട്ടി എന്തൊക്കെ റിസ്ക് എടുത്തിട്ടാണേലും ഇടയ്ക്കിടയ്ക്ക് നിങ്ങളെ തന്നെ നോക്കും. അതായത് നിങ്ങൾ എന്തെങ്കിലും ആക്ടിവിറ്റീസ് നിങ്ങളുടേതായിട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആ ഒരു പെൺകുട്ടി വന്ന് നോക്കുന്നതായിട്ട് നിങ്ങൾക്ക് കാണാം. പക്ഷെ നിങ്ങൾ നോക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് അത് കണ്ണും മാറ്റും. ഇങ്ങനെ നിങ്ങൾ കാണാതെ ഏതെങ്കിലും ഒരു പെൺകുട്ടി ഇടയ്ക്കിടയ്ക്ക് നിങ്ങളെ തന്നെ നോക്കുന്നുണ്ട് എങ്കിൽ അതിനർത്ഥം ആ ഒരു പെൺകുട്ടിക്ക് നിങ്ങളെ ഇഷ്ടമാണ് എന്നതാണ്. ഇത് നമ്മുടെ വീടിൻ്റെ അകത്ത് വന്നിരുന്നൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു കേട്ടോ. ഇനി നാലാമത്തെ കാര്യം എന്താണെന്ന് നോക്കാം. നാലാമതായിട്ട് വരുന്ന വേറെ ഒന്നുമല്ല, നിങ്ങളെ കാണുമ്പോഴത്തേക്കും ഏതെങ്കിലും ഒരു പെൺകുട്ടി ഓടി വന്ന് സംസാരിക്കുമല്ലോ. അങ്ങനെ സംസാരിക്കുന്ന ടൈമിൽ നിങ്ങൾ തമാശയൊക്കെ പറയുമ്പോൾ ആ ഒരു പെൺകുട്ടി ചിരിക്കുമ്പോൾ, അതായത് നിങ്ങളുടെ തമാശയൊക്കെ കേട്ടിട്ട് ആ ഒരു പെൺകുട്ടി ചിരിക്കുമ്പോൾ അവൾ അവളുടെ രണ്ട് കണ്ണും അടച്ചു വെച്ചിട്ടാണ് ചിരിക്കുന്നത് എങ്കിൽ, അതായത് തമാശ കേട്ടിട്ട് ചിരിക്കുമ്പോൾ രണ്ട് കണ്ണും അടച്ചിട്ട് ആ ഒരു പെൺകുട്ടി ചിരിക്കുന്നുണ്ട് എങ്കിൽ അതിനർത്ഥം ആ ഒരു പെൺകുട്ടിക്ക് നിങ്ങളെ ഇഷ്ടമാണ് എന്നതാണ്. അതായത് പൊതുവെ ഗേൾസിന് ആരോടെങ്കിലുമൊക്കെ ഒരു പ്രണയം അല്ലെങ്കിൽ ഒരു ഇഷ്ടമൊക്കെ തോന്നിയിട്ടുണ്ടെങ്കിൽ അവർ പറയുന്ന എല്ലാ കാര്യവും അവർ കോമഡി ആയിട്ടായിരിക്കും എടുക്കുക. എന്നിട്ട് അവർ പറയുന്ന കാര്യങ്ങളൊക്കെ കേട്ടിട്ട് കണ്ണൊക്കെ അടച്ചു വെച്ചിട്ടായിരിക്കും അവർ ചിരിക്കുക. ഇങ്ങനെ ഏതെങ്കിലും ഒരു പെൺകുട്ടി നിങ്ങൾ പറയുന്ന കാര്യങ്ങളൊക്കെ കേട്ടിട്ട് ഭയങ്കരമായിട്ട് കണ്ണൊക്കെ അടച്ചു വെച്ചിട്ട് ചിരിക്കുന്നുണ്ട് എങ്കിൽ അതിനർത്ഥം ആ ഒരു പെൺകുട്ടിക്ക് നിങ്ങളെ ഇഷ്ടമാണ് എന്നതാണ്. ഇതാണ് നമ്മുടെ നാലാമത്തെ കാര്യം. ഇനി അഞ്ചാമത്തെ കാര്യം എന്താണെന്ന് നോക്കാം. അഞ്ചാമതായിട്ട് വരുന്ന വേറെ ഒന്നുമല്ല, നിങ്ങൾ നോക്കുന്ന പോലെ ആ ഒരു പെൺകുട്ടി കാണിക്കും. അതായത് ഒരു തരത്തിലുള്ള ഒരു അനുകരണം. അതായത് നിങ്ങൾ നോക്കുന്ന രീതിയിൽ, അതായത് നിങ്ങളുടെ കണ്ണിൻ്റെ ചലനം നോക്കിയിട്ട് നിങ്ങൾ കാണിക്കുന്നത് പോലെയൊക്കെ ആ ഒരു പെൺകുട്ടി കാണിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങും. അതായത് നിങ്ങളിപ്പോൾ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ടൈമിൽ ആ ഒരു ഓപ്പോസിറ്റ് സൈഡിലേക്ക് നോക്കുമ്പോഴത്തേക്കും കണ്ണൊക്കെ ഒന്ന് പൊക്കി അല്ലെങ്കിൽ പുരുകമൊക്കെ പൊക്കിയിട്ടായിരിക്കും അങ്ങോട്ട് നോക്കുന്നത്. ആ ഒരു രീതിയിൽ പ്രത്യേകമായിട്ടിങ്ങനെ ചലനങ്ങളൊക്കെ കാണിക്കുന്ന ആളുകളുണ്ടല്ലോ കണ്ണുകൊണ്ട്. ആ ഒരു രീതിയിലൊക്കെ ആ ഒരു പെൺകുട്ടിയും അനുകരിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങും. നിങ്ങൾ ചെയ്യുന്ന പോലെയൊക്കെ ആ ഒരു പെൺകുട്ടിയും അവളുടെ കണ്ണുകൾ വെച്ച് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് എങ്കിൽ അതിനർത്ഥം ആ ഒരു പെൺകുട്ടി നിങ്ങളെ പ്രണയിക്കുകയാണ് എന്നതാണ്. ഇതാണ് നമ്മുടെ അഞ്ചാമത്തെ കാര്യം. ഇനി ആറാമത്തെ കാര്യം എന്താണെന്ന് നോക്കാം. ആറാമതായിട്ട് വരുന്ന വേറെ ഒന്നുമല്ല, ഐ കോണ്ടാക്റ്റ് ഡ്യൂറിങ് ലാഫ്റ്റർ ആണ്. അതായത് നിങ്ങളും ആ ഒരു പെൺകുട്ടിയോട് കൂടി എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഇങ്ങനെ തമാശയൊക്കെ പറഞ്ഞ് ചിരിക്കുമല്ലോ. ഈ ചിരിക്കുന്ന സമയത്ത് ഒക്കെ ആ ഒരു പെൺകുട്ടി നിങ്ങളെ നോക്കിക്കൊണ്ടായിരിക്കും ചിരിക്കുക. അതായത് നിങ്ങളും നിങ്ങളുടെ കുറേ ഫ്രണ്ട്സൊക്കെ കൂടി നിന്നിട്ടായിരിക്കും സംസാരിക്കുക. ഇങ്ങനെ സംസാരിക്കുന്ന സമയത്തൊക്കെ ആ ഒരു പെൺകുട്ടി ചിരിക്കും. അതായത് നിങ്ങൾ തമാശ പറയുമ്പോഴത്തേക്കും കണ്ണടച്ച് ചിരിക്കും. എന്നിട്ട് കണ്ണ് തുറന്നിട്ട് ആദ്യമേ നോക്കുന്നത് നിങ്ങളെ തന്നെയായിരിക്കും. നിങ്ങളുടെ കൂടെ നിൽക്കുന്ന ഫ്രണ്ട്സിനെ വരെ ആരെയും ആ ഒരു പെൺകുട്ടി മൈൻഡേ ചെയ്യുന്നില്ല. അവരോട് നിൽക്കുന്നുണ്ടെന്ന് പോലും ആ ഒരു പെൺകുട്ടി ചിന്തിക്കുന്നില്ല. നിങ്ങളെ മാത്രമായിരിക്കും ആ ഒരു പെൺകുട്ടി നോക്കുക ചിരിച്ചുകൊണ്ട്. ഇങ്ങനെ നിങ്ങളുടെ തമാശകളൊക്കെ കേട്ടിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ സംസാരങ്ങളൊക്കെ കേട്ടിട്ട്
ഏതെങ്കിലും ഒരു പെൺകുട്ടി നിങ്ങളെ മാത്രം നോക്കിയിട്ടാണ് ചിരിക്കുന്നത് എങ്കിൽ അതിനർത്ഥം ആ ഒരു പെൺകുട്ടിക്ക് നിങ്ങളെ ഇഷ്ടമാണ് എന്നതാണ്. ഇനി 7ാമത്തെ സൈൻ എന്താണെന്ന് നോക്കാം. അതിനു മുമ്പായിട്ട് ആദ്യമായിട്ടാണ് ഒരു ചാനൽ കാണുന്നതെങ്കിൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. അതേപോലെ തന്നെ വീഡിയോക്ക് ലൈക്കും കൂടി ചെയ്യണേ. പിന്നെ ഇതൊന്നും അറിയാതെ നടക്കുന്ന നിങ്ങൾ കുറച്ച് ഫ്രണ്ട്സൊക്കെ ഉണ്ടായിരിക്കുമല്ലോ, ആ ഫ്രണ്ട്സിനൊക്കെ ഈ ഒരു വീഡിയോ ഷെയർ കൊടുക്കാൻ വേണ്ടി ആരും മറക്കരുത്. ഇനി 7ാമതായിട്ട് വരുന്ന കാര്യം എന്ന് പറയുന്നത് റേസ്ഡ് ഐബ്രോസ് ആണ്. അതായത് നിങ്ങളെ കാണുമ്പോഴത്തേക്കും ഏതെങ്കിലും ഒരു പെൺകുട്ടി പുരുകമൊക്കെ പൊക്കിയിട്ട് ഓടി വന്ന് സംസാരിക്കുകയാണ്. അതായത് നിങ്ങളെ കാണുന്നൊരു എക്സൈറ്റ്മെൻറ്റ് കൊണ്ട് ആ ഒരു പെൺകുട്ടി പുരുകമൊക്കെ പൊക്കി കണ്ണൊക്കെ വിടർത്തിയിട്ടാണ് സംസാരിക്കുന്നത് എങ്കിൽ അതിനർത്ഥം ആ ഒരു പെൺകുട്ടിക്ക് നിങ്ങളെ ഇഷ്ടമാണ് എന്നതാണ്. നിങ്ങളെ കാണുമ്പോൾ ഉള്ള ഒരു എക്സൈറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ആ ഒരു സന്തോഷം കൊണ്ടാണ് ആ ഒരു പെൺകുട്ടി അറിയാതെ തന്നെ അവളുടെ ഐബ്രോസ് ഒക്കെ ഇങ്ങനെ പൊക്കിപ്പോകുന്നത്. ഇങ്ങനെയൊക്കെ ഏതെങ്കിലും ഒരു പെൺകുട്ടി ചെയ്യുന്നുണ്ടെങ്കിൽ ഉറപ്പിച്ചു വേണം ആ ഒരു പെൺകുട്ടിക്ക് നിങ്ങളെ ഇഷ്ടമാണ് എന്ന്. പിന്നെ നമ്മുടെ ചാനലിൽ ഏറ്റവും കൂടുതൽ വരുന്ന ഒരു കമൻറ്റ് എന്ന് പറയുന്നത് ആ ഒരു സൈൻ അല്ലെങ്കിൽ ആ ഒരു പെൺകുട്ടി എന്നെ കണ്ടപ്പോൾ ചിരിച്ചു, അല്ലെങ്കിൽ ആ ഒരു ആൺകുട്ടി എന്നെ നോക്കി, അവർക്ക് എന്നെ ഇഷ്ടമാണോ, അല്ലെങ്കിൽ അവരെന്നെ ഇഷ്ടമാണോ, അവൾക്ക് എന്നെ ഇഷ്ടമാണോ എന്ന് ഒരുപാട് ആളുകൾ കമൻറ്റിലൂടെ ചോദിക്കാറുണ്ട്. നിങ്ങളെല്ലാവരും ഒരു കാര്യം മനസ്സിലാക്കുക, നമ്മളെല്ലാവരും ഡിഫറെൻ്റ് ആണ് അല്ലേ. നമ്മളൊക്കെ പല രീതിയിലായിരിക്കാം പലരോടും പെരുമാറുന്നത്. ഭയങ്കര ചൈൽഡിഷ് നേച്ചറായിട്ടുള്ള പെൺകുട്ടികളുണ്ടായിരിക്കും. അതേപോലെ തന്നെ എല്ലാവരോടും ഒരേപോലെ തമാശകളൊക്കെ പറഞ്ഞ് ചിരിപ്പിച്ച് നടക്കുന്ന ആൺകുട്ടികളും ഉണ്ടായിരിക്കും. എല്ലാവരും ഡിഫറെൻ്റ് ആണ്. ഇതൊരു ഉദാഹരണം മാത്രമാണ്. അപ്പോൾ ഒരു സൈൻ ഒക്കെ വെച്ചിട്ട് ആർക്കും ആരോടും പ്രണയമുണ്ട് എന്നൊന്നും ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല. ഇപ്പോൾ ഒരു വീഡിയോയിൽ 7 സൈനൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു 7ൽ ഒരു 5 ഓക്കെ ആണ് എങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട് പാടുള്ളൂ. അല്ലാതെ ഒരു സൈൻ ഓക്കെ ആയി എന്നും പറഞ്ഞിട്ട് അവരെന്നെ പ്രണയിക്കുന്നുണ്ടോ അല്ലെങ്കിൽ അവൾ എന്നെ പ്രണയിക്കുന്നുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊന്നും പറയാൻ വേണ്ടിയിട്ട് സാധിക്കില്ല. എല്ലാ സൈനും ഓക്കെ ആണെങ്കിൽ മാത്രമാണ് ആർക്കെങ്കിലും ആരോടെങ്കിലുമൊക്കെ പ്രണയമുണ്ടോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് പറ്റത്തുള്ളൂ. കാരണം എല്ലാവരും ഡിഫറെൻ്റ് ആണ്. എല്ലാവരും പല രീതിയിലാണ് മറ്റുള്ളവരോട് പെരുമാറുകയും ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു കാര്യം എല്ലാവരും ഒന്ന് ഓർക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഒരുപാട് യൂസ്ഫുൾ ആയി തന്നെ വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായി തീർച്ചയായും ചാനലിലേക്ക് സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം, വീഡിയോക്ക് ലൈക്ക് കൂടി ചെയ്യണേ. അപ്പോൾ അടുത്ത ദിവസം ഇതിൽ നല്ലൊരു കിടിലൻ ടോപ്പിക്കായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.